എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹൈടെക് കുരിയോട്ടുമല ഡയറി ഫാമിലേക്കാണ്. പുനലൂരിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ ഡയറി ഫാം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരണം, ഇത് വന്ന് കാണണം. ഇത് എമു ആണ്, ലാർജസ്റ്റ് സെക്കൻഡ് ലിവിങ് ബേർഡാണ്. എമു ആണ്. ഇത് കുരിയോട്ടുമലയുടെ ഒരു ദൃശ്യഭംഗിയുള്ള ഒരു പക്ഷി തന്നെയാണിത്. ഇതിന് 50 മുതൽ 55 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു പക്ഷിയാണ്. ഇത് കുരിയോട്ടുമലയുടെ വിവിധ ഭാഗങ്ങളാണ്. കാണാൻ നല്ല ദൃശ്യഭംഗിയുള്ള ഒരു ഭാഗമാണ്. എല്ലാവരും ഇവിടെ വരണം. പുനലൂരിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാത്രമേ ഇവിടെ ഉള്ളൂ. പലതരത്തിലുള്ള ആടുകൾ ഇവിടെയുണ്ട്. മലബാർ ആട്, ഇതിൻ്റെ ശരീരഭാരം 41 കിലോഗ്രാമാണ്. അത് ആണിൻ്റെയാണ് 41 കിലോഗ്രാം. പെണ്ണിൻ്റെ ഏകദേശം 30 കിലോഗ്രാമാണ്. വെള്ളയും തവിട്ട് നിറത്തിലുള്ള ആടുകൾ ഇവിടെയുണ്ട്. കുരിയോട്ടുമലയുടെ പ്രസിദ്ധിയാർജിച്ച ആട് ഫാമാണിത്. ഇത് തവിട്ട് കലർന്ന ആടുകളാണ് ഇതിനകത്തൂടെ കാണാൻ സാധിക്കുന്നത്. ഇത് ബീറ്റൽ ആടാണ്, വലിയ ആടാണിത്. ഇതിൻ്റെ സ്വദേശം പഞ്ചാബാണ്. ആയുസ് 30 മുതൽ 40 വർഷം വരെയാണ്. ശരീരഭാരം ഏകദേശം 65 കിലോഗ്രാം വരെ വരും. ഇത് ജമുനപ്പാരി ആടാണ്. ഇതിൻ്റെ സ്വദേശം ഉത്തർപ്രദേശാണ്. ശരീരഭാരം ഏകദേശം 50-60 കിലോഗ്രാം വരെ വരുന്ന ആടാണിത്. ഇത് ഇങ്ങനെ ഗ്രില്ല് അടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെളിയിൽ നിന്നേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് സിരോഹി ഇനത്തിൽപ്പെട്ട ആടാണ്. ഇതിൻ്റെ സ്വദേശം രാജസ്ഥാനാണ്. ശരീരഭാരം ഏകദേശം 80 കിലോഗ്രാമാണ്. അത് ആൺവർഗത്തിൽപ്പെട്ട ആടിൻ്റെയാണ് ഏകദേശം 80 കിലോഗ്രാം. പെൺവർഗത്തിൽപ്പെട്ട സിരോഹി ആടിൻ്റെ ഭാരം ഏകദേശം 50 കിലോഗ്രാമാണ്. ഇത് കുരിയോട്ടുമലയിലുള്ള ഒട്ടകപ്പക്ഷികളാണ്. ഇതിൻ്റെ സ്വദേശം ആഫ്രിക്കയാണ്. ഇവയുടെ മുട്ടയുടെ ഭാരം എന്ന് പറയുന്നത് 1.1 കിലോ മുതലാണ്. മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 46 മുതൽ 56 ദിവസം വരെയാണ്. വലിയ ഒട്ടകപ്പട ഇരുന്നത് വളരെയധികം വിഷമം തോന്നുന്നു. അടുത്തായിരുന്നിട്ട് കൂടി നമ്മൾ ഇവിടെങ്ങും വന്നില്ല. ഇനി എല്ലാവരെയും ഇവിടേക്ക് ഞാൻ പറഞ്ഞു വിടുന്നതാണ്. കാരണം ഇത്രയും കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇതിൻ്റെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ ഇത്രയും അടുത്തായിട്ടും ഇവിടെ ഇതേവരെ വന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പോഴാണ് സാധിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. കാണാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. എങ്ങനെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, പിള്ളേർക്കൊക്കെ ഇൻട്രസ്റ്റിങ്. ഞാനെവിടെ പഠിക്കുന്നത്? ഇവിടെ കൊല്ലം.
അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതെല്ലാം തന്നെ സ്കൂളിലൊക്കെ ഒന്ന് പറയണം കേട്ടോ. പറഞ്ഞ് ഇവിടെ കുട്ടികളെയൊക്കെ പറഞ്ഞു വിടണം. മോനെ എത്രല്ല പഠിക്കുന്നത്? ഇതെല്ലാം മോടെ പേരെന്തുവാ? ഓ, നല്ല സുന്ദരി കുട്ടിയാണല്ലോ. ഇവിടൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒട്ടകപ്പക്ഷിയൊക്കെ ഇഷ്ടപ്പെട്ടോ? കാണാനുണ്ട് ഒരുപാട് അല്ലേ? ഞങ്ങൾ തുടങ്ങിയത് ചേട്ടാ ഇവിടെ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മളെ കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. കൊള്ളാമെന്ന് അഭിപ്രായം പറഞ്ഞു. കാണാൻ വേണ്ടി പിള്ളേരുമായിട്ട് വന്നു. വളരെ സന്തോഷം കണ്ടതില്. ഇത് പലതരത്തിലുള്ള പശുക്കളാണ്. ഇവയെല്ലാം തീറ്റയൊക്കെ തിന്ന് നല്ല കൊഴുത്ത പശുക്കളാണ്. ഇതാണ് ഈ പശുക്കളുടെയൊക്കെ പാലാണ് നമ്മുടെ പ്രദേശത്തൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നത്. ഇതെല്ലാം കറുപ്പും വെള്ളയും നിറത്തിലുള്ള കുറേ പശുക്കളാണ്. ഇത് കറുപ്പും വെള്ളയും നിറത്തിലുള്ള പശുക്കളാണ്. കാണാൻ നല്ല ഭംഗിയുള്ള പശുക്കൾ. ഇങ്ങനെയുള്ള പശുക്കളെ ഈ അടുത്തെങ്ങും ഇങ്ങനെ കാണാൻ കിട്ടിയിട്ടില്ല. അത്ര ഭംഗിയുള്ള പശുക്കളാണ് ഈ ഫാമിൽ വളരുന്നത്. ഇതിനൊക്കെ എപ്പോഴും തീറ്റയൊക്കെ കൊടുത്ത് നന്നായി പരിപാലിക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഈ സൈഡിൽ നിൽക്കുന്നത് എല്ലാം ബ്രൗൺ പശുക്കളാണ്. ഇവയെ കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഇവയെ പരിപാലിക്കുന്ന രീതി തന്നെ നല്ല രീതിയിലാണ്. ഇവയുടെ ദേഹത്ത് പോലും ഒരു അഴുക്ക് പോലും ഇല്ലാത്ത നന്നായിട്ട് പരിപാലിച്ചിട്ടുണ്ട്. ഇവിടെ പശുക്കുട്ടികളുണ്ട്. ഇവ പശുക്കുട്ടികളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു റോയില് 10-20 പശുക്കളോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇവയൊക്കെ വൃത്തിയായിട്ട് കുളിപ്പിച്ച് നല്ല സുന്ദരി പശുക്കളായിട്ടാണ് ഇവയൊക്കെ നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള പശുക്കളാണ്. ഇവയൊക്കെ നല്ല കറുപ്പും വെള്ളയും ഒക്കെ നല്ല അഴകുള്ള പശുക്കളാണ് ഈ നിൽക്കുന്നത്. ഇവയൊക്കെ നന്നായിട്ട് ഇവിടെ ഉള്ളവർ പരിപാലിക്കുന്നുണ്ട്. ഇവയ്ക്ക് ആവശ്യമായ തീറ്റകളൊക്കെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതെല്ലാം പലതരത്തിലുള്ള പശുക്കളാണ്. ഇവയെല്ലാം നോക്കുന്നുണ്ട്. കുളിച്ചൊക്കെ വൃത്തിയായി നിൽക്കുകയാണ് ഇവ. ഇവിടെ കുട്ടികൾക്കുള്ള സുന്ദരമായ ഒരു പാർക്കുണ്ട്. വളരെ മനോഹരമായ ഒരു പാർക്കാണത്.
വളരെ മനോഹരമായ പാർക്കാണ്. ഇതിനകത്ത് ഇവിടെ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പാർക്കാണ്. മോനെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? പാർക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ണാടിക്കാരിയെ പിടിച്ചോളാം. നമുക്ക് പാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ഇനി വരണം കേട്ടോ. പുനലൂർ പ്ലാച്ചേരി ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇതുപോലെ ഒരു ബ്ലോഗ് കണ്ടു വന്നതാ. കൊള്ളാം, നല്ല രസമുണ്ട്. കുഞ്ഞ് പറ, ഇഷ്ടപ്പെട്ടോ? അല്ല, നമുക്ക് കാണാൻ നല്ല വൈകിട്ട് വന്നിരിക്കാൻ നല്ല ഒരു ഇതുള്ള സ്ഥലം. പേരെന്തുവാ? ആനി. ഇവിടുന്ന് വരുന്ന കുടുംബ ഫാമിലി ആയിട്ട് ഞങ്ങൾ വന്നു. ഇവിടെ ഇന്ന് ഇത് കാഴ്ചകളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി ഇതിൻ്റെ പ്രദേശം എല്ലാം കാണാൻ വളരെ ഭംഗിയാണ്. ഇവിടെ ഒരു വലിയ പാറയുണ്ട്. നമുക്ക് ആ പാറയിലേക്ക് പോകാം. ഇതിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെയുള്ള എല്ലാ ഭാഗവും നല്ല കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടേക്ക് പോകാം. ഈ കുരിയോട്ടുമല പ്രദേശം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. നല്ലൊരു വൈബാണ് ഇവിടെ കാണാൻ. ഞങ്ങൾ താമസിക്കുന്നത് നല്ല പേപ്പർ മില്ലാണ് താമസിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വരികയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഇതിന് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പുറത്താണെങ്കിലും നമ്മളിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കോഴിമുട്ട മേടിക്കാൻ, കോഴികളെ മേടിക്കാൻ, പിന്നെ ഫാം ഉള്ളതുകൊണ്ട് പാല് അങ്ങനെയൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ട്. ഈ മുകളിലോട്ട് ഞങ്ങൾ കയറി വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ മുകളിലോട്ട് കയറി വന്നപ്പോഴാണ് അത്യാവശ്യം ഇവിടുത്തെ ഒരു ഫുള്ള് ഒരു നല്ല ഫീലിങ്സ് കേട്ടോ. നമുക്കൊരു ടെൻഷൻ ഇല്ലാത്തൊരു ഇത് കിട്ടിയതാണ്. ഇത്രയും മനോഹരമാണെന്നുള്ളത് ഇവിടെ മേളിൽ കയറി വന്നെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നു. കാരണം ഇനി ഇവിടെ ഡെവലപ്പ് ആക്കിയോണ്ട് ഓരോ ഇതായിട്ടുള്ള ജീവികളെയും പറവുകളെയും പോയിട്ട് ആ ജനങ്ങളെ ആകർഷിക്കുന്നു. ഇനി ആകർഷിക്കട്ടെ, അതിനുള്ള പരിപാടി നടക്കുന്നുണ്ട്. പാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? പാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മോനോ പാർക്ക് ഇഷ്ടപ്പെട്ടോ? മോനോ ഇഷ്ടപ്പെട്ടു. എല്ലാരെയും കണ്ടത് വളരെ സന്തോഷം. ഇനി ഇവിടെ കൂടുതൽ പുരോഗമിക്കട്ടെ. ഡെവലപ്മെന്റ് വേണം. കാര്യം അറിയാമോ, നമ്മൾ മോളിൽ വന്ന് കണ്ടപ്പോഴാണ് ഫുള്ള് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയത് നമുക്ക് കേട്ടോ. ഇനിയും വരും ഞങ്ങളിപ്പോ ഒരു വട്ടം നമുക്ക് മനസ്സിൽ തൃപ്തിയായി. ഇനിയും ഞങ്ങൾ വരും. കുളിർമയുള്ള കാറ്റും മരങ്ങളും ഒക്കെ. അത് വേറെ കാര്യമുണ്ട്. ഇതിവിടെ വരുന്നതിന്റെ മെയിൻ ആളിതായിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ. വിളിച്ചെടുത്ത് ഇവിടെ 2 കുതിരകളുണ്ട്. അപ്പോൾ തീറ്റ തന്നെയാണ്.
ഇവിടെ പലതരത്തിലുള്ള ചെടികൾ ഇങ്ങനെ വാർത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വളരെ ഭംഗിയാർന്ന ഒരു കാഴ്ചയാണ്. നല്ല ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ പശുക്കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. പശുക്കുട്ടികളൊക്കെ നല്ല വൃത്തിയായി കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ക്ഷീണം ഒക്കെ തീർത്ത് അയവിറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത് കാസർഗോഡ് കുള്ളൻ എന്നറിയപ്പെടുന്ന ഇനം പശുവാണിത്. അതിനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിന് ആവശ്യമുള്ള പുല്ലുകൾ തന്നെ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അത് ഇവിടെ വെച്ച് പിടിപ്പിച്ച് അത് വലുതാകുമ്പോൾ അത് വെട്ടി പശുക്കൾക്ക് കൊടുക്കുന്നു. ഇത് നന്നായിട്ട് പരിരക്ഷിച്ച് പോരുന്നുണ്ട്.